കഞ്ചിക്കാട്ടെ ബ്രൂവറി അനുമതിയിൽ അതൃപ്തി പ്രകടമാക്കി സിപിഐഎം. പ്രാദേശികമായ കൂടിയാലോചനകൾ നടത്താതെയാണ് തീരുമാനമെന്ന് പ്രാദേശിക നേതാക്കൾ പറഞ്ഞു. ആക്ഷേപമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പന്നിൻ രവീന്ദ്രനും പ്രതികരിച്ചു. ബ്രൂവറി ജലക്ഷാമത്തിന് കാരണമാകുമെന്ന പ്രദേശവാസികളുടെ ആശങ്ക സിപിഎം തള്ളി. വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്ന് കണ്ടെത്തുമെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാദം. പദ്ധതിക്ക് അനുമതി നൽകിയതിനെതിരായ യൂത്ത് കോൺഗ്രസ് നിയമസഭാ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബ്രൂവറിക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയതിനു പിന്നാലെയാണ് സിപിഐയുടെ എതിർപ്പ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പദ്ധതികൾക്കൊപ്പം നിൽക്കില്ലെന്ന് പ്രാദേശിക നേതൃത്വം മുന്നറിയിപ്പ് നൽകി. പ്രാദേശികമായിട്ടൊന്നും വിളിച്ചുകൂട്ടി സംസാരിക്കുന്നില്ല. എന്തായാലും ഭൂഗർഭ ജലം, അതായത് വെള്ളം ഇവിടെ കുറവ് തന്നെയാണ്, വരണ്ട പ്രദേശമാണ്. അതിന് കുറെ കൂടി വരൾച്ചയ്ക്ക് നീങ്ങിവിടാൻ ഇവിടത്തെയുള്ള ജനങ്ങളെ ദുഷ്കരമായ രീതിയിൽ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ല എന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ച് വെള്ളം കണ്ടെത്തുമെന്നും MV ഗോവിന്ദൻ ന്യായീകരിച്ചു. ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ആര് എതിർക്കും എന്നുള്ളതല്ല, ഗവൺമെന്റ് നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് സമീപനം ഗവൺമെന്റ് പറയും. ആ ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സുതാര്യമല്ലാത്തതൊന്നും LDF നടപ്പാക്കില്ല എന്ന CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനം സുതാര്യത മാത്രം സ്വീകരിക്കുന്ന പ്രസ്ഥാനം. അതിന് വ്യതിചലിക്കുന്നുണ്ടോ നമ്മളപ്പോൾ പരിശോധിക്കും. വ്യതിചലിക്കുന്നതായിട്ട് വല്ലതും നമ്മളെ മുമ്പിലേക്ക് വന്നിട്ടില്ല. മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷമുണ്ടായി. എക്സൈസ് മന്ത്രി രാജിവെക്കും വരെ സമരം തുടരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു. നാട്ടിലെ സകല തട്ടിപ്പുകാരുടെയും കാവലാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറുമ്പോ ആ തട്ടിപ്പ് കമ്പനികൾക്ക് പിണറായി വിജയനെ മുട്ടിച്ചു കൊടുക്കുന്ന ഏജന്റിന്റെ പണിയാണ് ശ്രീ MB രാജേഷ് എന്ന കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കുള്ളത്. ഓയിൽ കമ്പനിക്ക് വേണ്ടി എത്തനോൾ നിർമ്മിക്കാനാണ് പ്ലാന്റ് നിർമ്മിക്കുന്നതെന്നാണ് ഒയാസിസ് കമ്പനി വാട്ടർ അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ പറയുന്നത്. ജലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി മദ്യ കമ്പനിക്ക് ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പറഞ്ഞു. അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ടില്ല. നമ്മൾക്ക് ഇൻഫ്രാക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് 10 MLD പ്ലാന്റ് അവിടെ പ്രൊജക്ട് വരുന്നുണ്ട്. അതിന്ന് വേണമെങ്കിൽ സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കാമെന്ന് നമ്മൾ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. കണ്ണൂർ തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 പാലക്കാട്.